മാർച്ച് മാസത്തിൽ വളക്കൾ ചേർത്ത് നമ്മുടെ അടിനിയത്തിൽ നല്ലോണം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഏപ്രിൽ മാസം സ്പെഷ്യൽ വളം ചേർക്കാം. അപ്പോൾ അടിനിയം നല്ല പൂക്കാവടി പോലെ വരും. നമ്മൾ മാക്സിമം പൂവ് ഉണ്ടാവുന്ന സമയത്ത് കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിലുള്ള ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോണ കംപ്ലൈൻ്റ് ഒന്നും വരില്ല, അല്ലെങ്കിൽ പൂമുട്ടുകൾ കൊഴിഞ്ഞു പോവുക ഒക്കെ വരും. അപ്പോൾ നമ്മൾ മാക്സിമം ലിക്വിഡ് ഫോമിലാണ് നമ്മൾ വളം ചേർക്കാറുള്ളത്. നമ്മൾ കെമിക്കലായിട്ട് ചേർക്കുമ്പോൾ പൂമുട്ട് കൊഴിയുക, ചെടി വാടുക, ഉള്ള പൂക്കളൊക്കെ തളർന്ന് കിടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ലിക്വിഡ് ഫോമിൽ ചേർക്കേണ്ടതാണ് നല്ലത്. നമ്മൾ വളം തയ്യാറാക്കാനായിട്ട് നമ്മൾ വീട്ടിൽ സാധാരണ പച്ചരി ഉണ്ടല്ലോ, പച്ചരി അത് നമ്മൾ കുറച്ചെടുക്കാം. എടുത്തിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് വെക്കുക. അതിപ്പോൾ ഇതിലൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ തിരുമ്പി കഴുകുക. അപ്പോൾ അതങ്ങനെ കിടന്നോട്ടെ. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളം റെഡിയായി. പച്ചരി കഴുകിയ വെള്ളം കൊണ്ടുള്ള വളം വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വളം മതി. നമ്മുടെ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ടാവും ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു പൊടിയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം പൂക്കളുണ്ടാവും. 6 മണിക്കൂറോളം പച്ചരി കഴുകി വെച്ച വെള്ളമാണിത്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു പൊടിയാണ് ചേർക്കുന്നത്. ഈ ഒരു പൊടി ഒരു സ്പൂണോളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പൂക്കൾ നിറച്ചുണ്ടാവും, അതുപോലെ തന്നെ പൂക്കാവടി പോലെ പൂക്കളുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പഴം കഴിക്കില്ലോ, പഴം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊലി കളയല്ല ചെയ്യുക. ആ തൊലി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി ഒന്ന് പൊടിച്ചെടുക്കുക, അത്രയേ വേണ്ടൂ. പച്ചരിയുടെ വെള്ളത്തിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴത്തൊലിയിലും പൂവുണ്ടാവുന്ന ഐറ്റംസ് എല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ് ഒക്കെ നല്ലോണം അടങ്ങിയുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് നല്ലൊരു വളമായിട്ട് കിട്ടും. ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വളം ചേർക്കുമ്പോൾ ഒരു കോലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കണം. കളയൊക്കെ ഒന്ന് പറിച്ച് കളയണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലിക്വിഡ് ഫോമിലുള്ള വളം നമ്മൾ ചേർക്കാം. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണിത്. നമ്മുടെ പൂക്കൾ നല്ല വലിപ്പത്തിലുണ്ടാവും, നല്ല ഭംഗിയിൽ നിൽക്കും ചെയ്യും. അതുപോലെ നല്ല വലിപ്പം കൂടി കുറേ ദിവസം വാടാണ്ട് നിൽക്കും ചെയ്യും. അടീനിയം ചെടി പൂക്കാവടി പോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കും.